ആണുങ്ങൾക്ക് നിക്കാഹ് കഴിയുന്നതോട് കൂടിയിട്ട് മാറ്റൊന്നും വരുന്നില്ല അല്ലെ. അതുവരെ ഉള്ള വീട്ടിൽ തന്നെയാ, അതുവരെ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിൽ തന്നെ നമ്മൾ പെണ്ണുങ്ങളെല്ലാം ഉപേക്ഷിച്ച് വരികയാണ്. നമ്മളെല്ലാം ഉപേക്ഷിച്ച് അതുവരെ നോക്കി വളർത്തിയ ഉമ്മാനെയും ഉപ്പാനെയും നമ്മൾ കിടന്നുറങ്ങിയ ആ ശ്വാസവും ആ വായുവും ആ വീടും അറ്റ്മോസ്ഫിയർ എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ കയറി വരികയാണ് മറ്റൊരു വീട്ടിലേക്ക്. അവിടെ ആ മകളായിക്കൊണ്ട് ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മകളോട് ഞാൻ എപ്രകാരമാണോ ആ സ്നേഹം, ആ വാത്സല്യവും ആ കാരുണ്യവും നൽകുമേ എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി സ്വീകരിക്കുമ്പോൾ എവിടെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലേ? പെൺകുട്ടി കേൾക്കണത് എന്താ? ചെറുപ്പം മുതലേ നമ്മള് വല്യമാരും ഉമ്മാരും പെൺകുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണത് എന്താ? വേഗം എണീക്ക്, നേരത്തെ എണീക്ക്, ആരാന്റെ പുരയ്ക്ക് പോവാനുള്ളതാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം കേട്ടോ എന്ന്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഞാൻ ഒരിക്കലും അംഗീകരിക്കാത്തൊരു കാര്യമാണത്. ആരാന്റെ വീടാണോ ഈ പെൺകുട്ടിക്ക് കയറി ചെല്ലാനുള്ളത്? ആരാന്റെ വീടാണോ? ആരാന്റെ വീട് എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലായില്ലേ? വടകര ആരാന്റെ വീട് തന്നെയല്ലേ പറയാ അല്ലെ? അന്യന്റെ വീട് അല്ലെ? അന്യന്റെ പുറകെ പോവാനുള്ളതാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ദാറ്റ്സ് നോട്ട് അന്യൻ. അന്യന്റെ വീടല്ല നമ്മൾ കയറി ചെല്ലുന്ന വീട്. നിക്കാഹ് എന്ന കർമ്മത്തിലൂടെ ആ വീട്ടിലെ മകളായിക്കൊണ്ട് കയറി ചെല്ലുകയാണ്. നമ്മളുള്ളിൽ എന്താ വേണ്ടത്? എന്നെ പ്രസവിക്കാത്ത എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മ എന്നെ ശകാരിക്കും, എന്റെ ഉമ്മ എന്നെ ഗുണദോഷിക്കും, എന്റെ ഉമ്മ എന്നെ ഉപദേശിക്കും, എന്റെ ഉമ്മ എന്റെ തെറ്റുകൾ തിരുത്തി തരും. ഉമ്മ നമ്മെ വഴക്ക് പറഞ്ഞാലും നമ്മൾ ഉമ്മാന്നും പറഞ്ഞാൽ കരയുക അല്ലേ? പാലോളി പെണ്ണുങ്ങളൊക്കെ അങ്ങനെയല്ലേ കരയല്ലേ? ഉമ്മ നമ്മളെ വഴക്ക് പറഞ്ഞാൽ എന്റെ ഉമ്മാന്നും പറഞ്ഞിട്ട് നമ്മള് കരയുക. പക്ഷെ അമ്മായിമ്മ വഴക്ക് പറഞ്ഞാലോ ഐ വോണ്ട് ഡിവോഴ്സ് അല്ലേ? അമ്മായിമ്മ അങ്ങനെയല്ല മോളെ, ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാല് ഐ വോണ്ട് ഡിവോഴ്സ്. അതാണ് നമ്മുടെയൊക്കെ മനോബലം. അതെന്തുകൊണ്ടാ? അന്യന്റെ പൊരയാണ്, അവിടെ ഞാൻ ഒറ്റയാണ് എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. അന്യന്റെ പൊരയല്ല, എന്റെ പൊരയാണ്. എന്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ അവിടെയും, എന്റെ ഉമ്മ എന്നോട് എങ്ങനെയാണോ അതുപോലെ അവിടെയും ബാധ്യതയുണ്ട്.